ഭാഗവതി ശരണം. അപ്പോൾ ഞങ്ങൾ ഗിരിവലം തുടങ്ങി. ഒരു തമിഴ് സെൽവി എന്ന് പറഞ്ഞ് ഓട്ടോ ചേച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ നമ്മുടെ കൂടെ എല്ലായിടത്തും വരുന്നുണ്ട്. ഇതേ കാണിക്കുകയാണ്. അപ്പോൾ ഇത് 14 കിലോമീറ്റർ പോകാനുണ്ട്. 9 ലിംഗങ്ങളുണ്ട്. 8, 9 ലിംഗം. 2-3 ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. എങ്ങനെയാലും 1.5 മണിക്കൂർ പിടിക്കും. അവരൊരാൾക്ക് 200 രൂപ വെച്ച് പറഞ്ഞ് നമ്മൾ പേശിയൊന്നുമില്ല. അവർ ക്ഷമയോടെ നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിച്ചു തരാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അവർ വിളിച്ച് നമ്മൾ പേശാണ്ട് ഇത് ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നു. നമുക്കും സന്തോഷമായി. വീട്ടിൽ ഭയങ്കര ന്യൂജനാണ് കേട്ടോ. ചെവിയിൽ ഫോണൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാണ്. രാജഗോപുരം, ഇന്ദ്രലിംഗം. ഷോർട്ട് കട്ടിലൂടെയൊക്കെ പോവുകയാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതൊന്നും ബാധകമല്ല. ഇത് ഏതാണ്? ആനൈക്കട്ടി സ്ട്രീറ്റാണ് ഇത് കേട്ടോ. ആനൈക്കട്ടി സ്ട്രീറ്റ് അമ്പലത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ട് വരും. അത് കിഴക്ക് വശത്തുള്ള ഇന്ദ്രലിംഗം തൊഴുത്, രാജഗോപുരം തൊഴുത്, ഇന്ദ്രലിംഗം തൊഴുതിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഈശ്വരീയം ചാനലിലേക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. ഗായത്രി ഇത് അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ ഓരോന്നായിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഇന്നും നാളെയായിട്ട് അപ്ലോഡ് ചെയ്തേക്കും കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അമ്പലത്തിൻ്റെ കിഴക്കേ നടയുടെ അവിടെ എത്തി നമ്മൾ. ഇതാണ് കിഴക്കേ ഗോപുരം. അപ്പോൾ തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഓട്ടോ ചേച്ചി ഇവിടെയുണ്ട്. അങ്ങനെ എന്താ പൊതുവാ ചേച്ചി ഇവിടെ വരാമെന്നാണ് പറയുന്നത് ഓട്ടോയായിട്ട്. ഭയങ്കര സിൻസിയറായിട്ടുള്ള ഒരാൾ കേട്ടോ. എന്തെങ്കിലും അഡീഷണൽ കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം അവർക്ക്. ഓട്ടോ വന്ന് TN 255707 കേട്ടോ. നല്ലൊരിതാണ്. ഇപ്പോൾ ജവീൻ പുറകിലിരുന്ന് വികക വീക്ഷണം നടത്തുകയാണ്. ടോൾ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഓട്ടോ തുടങ്ങുന്നു. നോക്കട്ടെ എവിടം വരെയാണെന്ന്. ഓക്കെ ആക്കാം. പോല ചേച്ചിയുടെ കൂടെ ഓട്ടോയിൽ പോവുകയാണ്. ഇപ്പൊ രാജഗോപുരം തൊഴുത് ഇന്ദ്രലിംഗത്തിന്റെ ഫസ്റ്റ് വീഡിയോ അയച്ചു. ഇവിടെ നിന്ന് ഞങ്ങള് ഇപ്പോ എൻ്റെ കൂടെ ശ്രീ നാരായൺ ബിബയുടെ കോള് വന്ന് രഞ്ജിതയുടെ ഫോണിൽ
പ്രജാദിശോ ഇന്ദ്രായനമ ആഗ്നേയ ആഗ്നേയതമ. ഇനി അഗ്നിലിംഗത്തിലേക്കായിരിക്കും പോണത്. അഗ്നികോണിലെ അഗ്നിലിംഗം അഷ്ടദിക്പാലകന്മാരുടെ ഇതിലുള്ളതാണ് ഈ ലിംഗം കേട്ടോ. ആഗ്നേയ ആഗ്നേയതമ. നമ്മുടെ ലാസ്റ്റ് റിട്ടയർമെന്റ് എടുത്ത കാനറ ബാങ്കിന്റെ തിരുവണ്ണാമല ബ്രാഞ്ചാണത്. റിട്ടയർമെന്റ് എടുത്ത് പാലക്കാട് നിന്നാണ്. ജാമി മഹൽ. ഇവിടെ നമ്മൾ റൂമുകൾ ബുക്ക് ചെയ്താൽ അതിന്റെ തിരുവല്ലപ്പാതയിലൂടെ ആൾക്കാർ നടക്കുന്ന റൂമുകൾ ബുക്ക് ചെയ്താലും പലയിടത്തും വണ്ടി ചെല്ലില്ല. ഇപ്പൊ ഞങ്ങള് വന്ന വണ്ടി അമ്പലത്തിന്റെ പുറകിലിട്ടിരിക്കുക. പുറകില് 80 രൂപ കൊടുത്ത് പാർക്കിങ്ങിൽ ഇട്ടിട്ട്, പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിന്റെ സൈഡിൽ തന്നെയാണ്, അവിടെ ഇട്ടിട്ട് ഞങ്ങള് ഇപ്പൊ ഓട്ടോ പിടിച്ച് പോവുകയാണ്. ഭക്ഷണം കഴിക്കണം. ഇപ്പൊ സമയം ഉദ്ദേശം സമയത്തിയല്ലോ, സമയം എന്തായി? 8:45 അല്ലെ 8:45. 8:45 ഇപ്പൊ സമയം. ഇത് കണ്ട, ഇതുപോലെ മുന്നിലുള്ളവരും ഇതുപോലെ തിരുവല്ലം ഓട്ടോയില് ഇതൊക്കെ തിരുവല്ലം ചെയ്യുന്നവരാണ്. ചെരുപ്പൊന്നും ഇടാണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ചിലർ ഇത് ചെയ്തിട്ട് രാവിലെ കുളിച്ച് ദർശനത്തിന് കയറും. 5 മണിക്ക് 5:30 മറ്റോ നട തുറക്കും. ആ സമയത്ത് ദർശനത്തിന് കയറും തിരുവല്ലം ചെയ്തിട്ട്. കുറെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നു. ഇടയ്ക്ക് കൊങ്ങണി സൗണ്ടൊക്കെ കേൾക്കും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലീസ് ആണ്. ഇവിടെ വന്ന് മെയിൻ റോഡിലേക്ക് കയറി. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. അഗ്നിലിംഗം അവിടെ ഇത് കണ്ട അഗ്നിലിംഗം വാങ്ങ അഗ്നിലിംഗം. ഇതാണ് തമിഴ് സെൽവിയാക്ക. ഒരു ഹായ് സുലിംഗ. അപ്പൊ അഗ്നിലിംഗത്തിലെത്തി നമ്മൾ കേട്ടോ. ക്ഷേത്രം ഇവിടെയാണ് അഗ്നിലിംഗം. മാവുരുശരണം. അപ്പൊ ഇത് അഗ്നിലിംഗമാണ് കേട്ടോ. അഗ്നിലിംഗത്തിൽ നിന്ന് ഇത് വൈഷ്ണവി, വിഷ്ണുപ്രിയ, ശ്രീരവീൺ, വിദ്യ. ഇതൊക്കെ ഇതാണ് വിഷ്ണുപ്രിയ. ഇനി +1 ചേർന്നു. ആറ്റുകാല് പോയപ്പോൾ പൊങ്കാലയ്ക്ക് വീഡിയോ എടുത്തു തന്ന ക്യാമറാമാൻ വിഷ്ണുപ്രിയ ആയിരുന്നു, വൈഷ്ണവിയായിരുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇത് വാങ്ങിക്കാനായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു മിനിമം 10,000 കോയിനോ നോട്ടോ നമ്മൾ കരുതാലേ ഈ കൈ നീട്ടുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുക്കെ ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയിരിക്കുക. അതായത് ഇതിനകത്തേക്ക് ഓട്ടോ വരുന്നില്ല. എന്താണ് അറ്റത്ത് ചാടൻ, അറ്റത്ത് ചാടൻ. അതെ, ഫസ്റ്റ് ചാടൻ, ഫസ്റ്റ് ചാടത്ത വെങ്കടരമണ ഗോവിന്ദ ഹരഹരോ ഹരഹര ഹരഹര മഹാദേവ്. അപ്പൊ ഞങ്ങൾ
തമിഴ് സെൽവി അക്ക അവിടെ ഓട്ടായിൽ ഏറിയാച്ച് നീ അഗ്നിലിംഗത്തിൽ നിന്ന് എങ്ങനെ പോരാങ്ക യമലിംഗ അല്ലയാ യമലിംഗം ദക്ഷിണാവോ യമായ നമ യമലിംഗം മുന്നാടി രണ്ട് അക്കമാര് ഓട്ടോറിക്ഷയിൽ இருக்காங்க பாக்கு இந்த இதுல அவரு நல்ல ஜோலியா உட்கார்ந்து இடம் பாக்குறாங்க അപ്പൊ അഗ്നിലിംഗത്തിൽ നിന്ന് യമലിംഗത്തിലേക്കാണ് ഞങ്ങൾ പോണത്. ആ വഴിയാണെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് തെക്ക് ദിക്കിലേക്കാണ് വണ്ടി പോകുന്നത്. യെസ്, ആം ഐ കറക്റ്റ്? ഇത് റൈറ്റ് സൈഡ് രമണാശ്രമത്തിന്റെ വഴികളാണ്. ഇത് രമണാശ്രമത്തിന്റെ അത് തന്നെ ശ്രീ രമണാശ്രമമാണ്. அங்க ரைட் சைடு அதான் ரமணாசிரமம் அங்க இங்க தான் ரமணாசிரமம். രമണാശ്രമം പാട്ട പല പാട്ട സർ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, ഇതായിട്ട് വരുന്നുണ്ട്. ആൾക്കാര് മുന്നേ നടക്കുന്ന കാണാം. ഗിരിവലമാണ്. ഈ സൈഡിൽ കൂടിയേ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടിയേ ഗിരിവലം നടക്കുള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടി നടക്കാല. അപ്പുറത്തെ സൈഡിൽ കൂടി അപ്രദക്ഷിണമായിട്ട് സൂക്ഷ്മ ശരീരികൾ നടക്കുന്നതായിട്ട് പറയും. അതുകൊണ്ട് ആ സൈഡിൽ കൂടി ആരും ഗിരിവലത്തിന് നടക്കില്ല. चौधरी തന്നെ ചിലതന്നെ ആൾക്കാര് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ. നമ്മള് യമലിംഗത്തിലെത്തി. ഇതാണ് യമലിംഗത്തിന്റെ ക്ഷേത്രം. കോവിൽ ഓപ്പണാ? देवाय अंग बस है ना
ഇതാണ് യമലിംഗ കോവിൽ. അവരിറങ്ങി തൊഴുന്നു. മഹാഗുരുചരണം. ഈശ്വര്യൻ ചാനലിലെ പ്രേക്ഷകരായ എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. തിരുവണ്ണാമലയിലാണുള്ളത്. തിരുവണ്ണാമലയിൽ രാജഗോപുരത്തിങ്കിലേക്ക് പോവുകയാണ്. ഒരു തമിഴ് സെൽവി എന്ന് പറയുന്നൊരു ചേച്ചിയെ ഓട്ടോ ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ടാണ് ഇപ്പോൾ ഈ ഗിരിവലം ചെയ്യാൻ പോകുന്നത്. ഓട്ടോയിലാണ്. ഇപ്പോൾ രാജഗോപുരം കാണിക്കാം. രാജഗോപുരത്തിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഓട്ടോറിക്ഷയിൽ ഇരുന്നായിരിക്കും കാണിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് നടന്ന് പോവുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയുടെ വണ്ടികളുടെ ഹോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിക്കുന്നവർ ചെക്ക് ചെയ്യും. അതാണിപ്പോൾ നടക്കുന്നത്. പൂവിൽ വെച്ചിരിക്കുന്ന തമിഴ്നാടിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും സിദ്ധഭൂമിയാണ്. അതിൻ്റേതായൊരു ഐശ്വര്യം തമിഴ്നാടിനുണ്ട്. ഇവിടെയാണ് രാജഗോപുരം. ഇവിടെ നിന്ന് ഗിരിവലപ്പാത തുടങ്ങുന്നു. പലരും ചെരുപ്പ് പോലും ഇടാണ്ട് ഇത് തുടങ്ങും. ഗിരിവലം വയ്ക്കാനായിട്ട് തുടങ്ങും. നടന്ന് 14 കിലോമീറ്റർ ഉണ്ട്. അതിൽ അമ്പലത്തിലൊക്കെ കയറുമ്പോൾ 17-18 കിലോമീറ്ററോളം ആൾക്കാർ നടക്കും. അപ്പോൾ ഏകദേശം 6 തൊട്ട് 7 മണിക്കൂർ വരെ സമയം വേണം ഇതിന്. തിരുവണ്ണാമലയിലെ രാജഗോപുരത്തിൽ നമ്മളെത്തുന്നു. പേരാപ്പാര ഓട്ടോയുടെ സൗണ്ടാണ്, സ്കൂട്ടറുകളുടെ സൗണ്ടാണ്. ഇതാണ് രാജഗോപുരം. അമ്പലത്തിൻ്റെ കിഴക്കേ രാജഗോപുരമാണിത്. ഇതാണ് രാജഗോപുരം, അമ്പലത്തിൻ്റെ കിഴക്ക് വശം. ഇതാണ് രാജഗോപുരം. ഗുരുശരണം. അപ്പോൾ യമലിംഗത്തിൽ നിന്ന് ഇനി തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള നിരുതി ലിംഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരുതി ലിംഗം. അപ്പൊ ഈ ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. ഇത് അമ്പലത്തിന്റെ തെക്ക് വശമായതുകൊണ്ട് ഇവിടെ ക്രിമേഷൻ ഗ്രൗണ്ടുകളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വന്നതിൽ പകൽ സമയത്തെടുത്തതിൽ ഞാൻ കാണിച്ചായിരുന്നു. ഈ ഭാഗത്ത് ക്രിമേഷന്റെ ഗ്രൗണ്ടുകൾ ഉണ്ട്. ചിലരുടെ ഇത് ഇവിടെ ഉണ്ട്. ഈ ഇടത് സൈഡിലൂടെ ആൾക്കാർ നടക്കുകയാണ്. ഗിരിവലപ്പാതയാണ്. രാത്രി ഫുൾ ടൈം ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ടൈമിന്റെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഗിരിവലപ്പാത ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു. അത് വേറെ റോഡാണ്.
ഇതിങ്ങനെ ഗിരിവലപ്പാത കണ്ട. നമ്മള് നിരവധി ലിംഗത്തിലേക്കാണ് പോകുന്നത്. അനേക ഉത്തുവറവരെ ശ്രമിച്ചു അടയാറാനന്ദ ഭവൻ 4 A to B. നിരവധി ലിംഗം ഇവിടെയാണ്. ഇവിടെയാണ് നിരവധി ലിംഗം. നിരവധി എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. എല്ലായിടത്തും ഓരോ നിരവധി ഈ അഷ്ടദിക്പാലകരുടെ പേരിൽ ലിംഗം ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നിരവധി ലിംഗം. കുറേ പേരിങ്ങനെ ഓട്ടോയിൽ വന്ന് തിരുവനം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ശരണം. ഹരഹര മഹാദേവ്. അപ്പോൾ നിരവധി ലിംഗത്തിൽ നിന്ന് ഇനി വരണലിംഗത്തിലേക്കാണ് പോകുന്നത്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് പടിഞ്ഞാറേ ദിക്കിലേക്കാനുള്ള യാത്രയിലാണ്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. ബസ്സുകളൊക്കെ പോവാം. അപ്രതീക്ഷിതമായിട്ട്
6 മണിക്ക് നമുക്ക് ലരി 12 एक रांजत चप्पल चौंकदाई ഭരണലിംഗം ഇവിടെയാണ് ഭരണലിംഗം അടച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഭരണലിംഗത്തിന്റെ ക്ഷേത്രം. ഓപ്പോസിറ്റ് മഹാപുരുഷരണം ലിംഗത്തിൽ നിന്ന് ഈശാനലിംഗത്തിലേക്കാകാം. ഇടയ്ക്ക് ചില സിദ്ധർമാരുടെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. മൂക്കിപ്പൊടി സിദ്ധർ, മൗന സിദ്ധർ, അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. തിരുവല്ലപ്പാത മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറും. ഈ ചാനലിംഗത്തിലേക്കുള്ള വഴിയിലാണ് കയറുന്നത്.
ഈശാനലിംഗം ഇവിടെയാണ്. ഈശാന്യലിംഗം. ലാസ്റ്റ് ലിംഗം ഇതാണ് ഈശാനലിംഗം. ഇത് കണ്ടോ, ഇവിടെയാണ്. ഇതാണ് ഈശാനലിംഗം. മരണലിംഗത്തിൽ നിന്ന് വായുലിംഗം, അത് കഴിഞ്ഞ് കുബേരലിംഗത്തിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രലിംഗം ഉണ്ടായിരുന്നു, അവിടെ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ വടക്ക് വശത്തുള്ള കുബേരലിംഗത്തിലേക്ക് പോവാണ്. ആയതുകൊണ്ടും മാക്സിമം ഒരു എത്രയാണ് 60-70 മിനിറ്റ് കൊണ്ട് ഈ ഗിരിവല പാത ഒരുമാതിരി എല്ലാവർക്കും കാണാൻ പറ്റും വീഡിയോയിൽ. ശരിക്കും ഇതിന്റെ അകത്ത് മലയോട് ചേർന്ന് സിദ്ധർമാര് എന്ന് പറഞ്ഞ ഇവിടത്തെ അവധൂതര് നടക്കുന്ന ഒരു ഗിരിവല പാത ഉണ്ടെന്നാ പറയുന്നത്. മലയോട് ചേർന്ന് അറിയിക്കുന്നു. लास्ट ईशानलिंगम, ये कुबेरलिंगम ईशानलिंगम के कुबेरलिंगम कामो अक्का ಇದು ಕುಬೇರಲಿಂಗವಲ್ಲಯಾ? ആകുരിശരണം. അപ്പോൾ വായുലിംഗത്തിൽ നിന്ന് കുബേരലിംഗത്തിലേക്കാണ് പോകുന്നത്. വായുലിംഗം തെക്ക് പടിഞ്ഞാറേ വായുലിംഗം വടക്ക് പടിഞ്ഞാറേ മൂല, അതിൽ നിന്ന് വടക്കേ ദിക്കിലേക്കുള്ള കുബേരലിംഗത്തിലേക്കാണ് പോകുന്നത്. എന്റെ ആവശ്യമുള്ള സംഗീതായി കഥപ്പാ, जब लाव चढ़ाइए ऐसा कि क्या एक था गिरा है हम गैस बुता ले जाते हैं ना इस संगीले पर अरे साथ टाइम पे तेल का जाएगा हम भी ऐसे कोई भी नहीं नहीं मलाई then better on the my better मस्जिद पुणे का चाहिए आणि कॉम्प्लेक्स में को तो लगा चाहिए और ना इस बार तो वक्त पास जाएगा और नीचे और रहेगा नहीं ये सब मिलेगा भारत वाली उतने पैसे कितने सीएम लाइन सीधा अच्छा 5 है ये मयूरी अंगवालू इदेदा इदेद चंद्रलिंगम ചന്ദ്രലിംഗം. ഇപ്പോൾ ചന്ദ്രലിംഗം നമ്മൾ സൂര്യലിംഗം കണ്ടായിരുന്നു തെക്ക് വശത്ത്, അതുപോലെ ഇവിടെ യമലിംഗം കണ്ടിട്ട് സൂര്യലിംഗം കണ്ടായിരുന്നു. നിരുതി ലിംഗത്തിൽ വരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു, അതോ നിരുതി ലിംഗം കഴിഞ്ഞ് ഇവിടെ ചന്ദ്രലിംഗമാണ് കേട്ടോ. ഓക്കെ, അമ്പലം എല്ലാം അടച്ചു കഴിഞ്ഞ് Adesso galera. Video, ya, kita korang cakap lah ni. Kalau, kita tangguh buat apa dia?